മലപ്പുറത്ത് നിപ്പ വൈറസ് ബാധിച്ച് മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ഈ രോഗി പോയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് വന്നതിന് ശേഷം അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇപ്പോൾ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ വ്യക്തി പോയിട്ടുള്ളത്? ആദ്യ കൃത്യമായ ഒരു നിരീക്ഷണത്തിന് ശേഷം, ഒരു പഠനത്തിന് ശേഷം വിവിധ വിവരങ്ങൾ ശേഖരിച്ച് ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഈ ഒരു റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ മരിച്ച യുവാവിന് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത് 4-ാം തീയതിയാണ്. ഇത് മുതൽ ആശുപത്രിയിൽ ഇരുന്ന് ചികിത്സയിൽ ഇരിക്കെ മരിച്ച ദിനമായ 9-ാം തീയതി വരെയുള്ള റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. 4 സ്വകാര്യ ക്ലിനിക്കുകളിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. കൂട്ടുകാരും ഒപ്പം വിവിധ ഇടങ്ങളിൽ പോയതായി പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മേഖലയിലെല്ലാം, പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്പർക്കത്തിലുള്ളവരെ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലേക്ക് കൊണ്ടുവരിക, ട്രേസ് ചെയ്യുക എന്നത് ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പല വിവരങ്ങളും തേടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സമഗ്രമായ ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ ഒരു റൂട്ട് മാപ്പ് എന്തായാലും പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് മാപ്പ് കൂടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ കൂടുതൽ പേരെ ഐസൊലേഷനിലാക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പേരെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട്. നിലവിൽ അങ്ങനെ 173 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. അതിൽ 10 പേരുടെ സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം, ഇന്നോ നാളെയുമായി അല്പസമയത്തിനകം ആ ഫലം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഈ കോണ്ടാക്റ്റിൽ വരുന്നവരെ, ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നവരെ ഐസൊലേഷനിലേക്ക് മാറ്റിക്കൊണ്ട് കൃത്യമായ, കാര്യക്ഷമമായ ഒരു ഇടപെടലാണ് വേണ്ടത്. അത് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ അതുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് പറയുമ്പോഴും പഴുതടച്ച പ്രതിരോധത്തിലൂടെ കൂടുതൽ പേരിലേക്ക് രോഗമെത്താതെ നോക്കണം. കഴിഞ്ഞ തവണയും നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ ഉണ്ടായ പോലെ മറ്റ് ആളുകളിലേക്ക് രോഗം വ്യാപിക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, ശരി.